പറയേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ ശരി. ഡോക്ടർ ജി മോഹനപിള്ള, ബ്രിഗേഡിയർ ഡോക്ടർ മോഹനപിള്ള, അദ്ദേഹം ഈ പുസ്തകം എഴുതിയതിൽ ഒരാൾ കൂടിയാണ്. NSS സംരക്ഷണ സമിതി എന്ന രീതിയിലാണ് ഇവർ പ്രവർത്തിച്ചു വരുന്നത്. ശ്രീ മോഹനപിള്ള, ഇതിപ്പോൾ ഗണേഷിനെ കൂടെ കൂട്ടിയത് നിങ്ങൾക്ക് അബദ്ധം പറ്റിയതുപോലെയായി മാറിയിട്ടുണ്ടോ? കാരണം അദ്ദേഹം കാര്യങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിന് വിശ്വാസ്യത കിട്ടുന്നില്ല. ഇപ്പോൾ ശ്രീ GV ഹരി പറഞ്ഞതുപോലെ, കാരണം ഇദ്ദേഹം തന്നെയാണ് NSS ജനറൽ സെക്രട്ടറിയുടെ അരുമയായിരുന്നത്, അച്ഛനെ പോലെയാണ് താൻ കാണുന്നത് എന്ന് പറഞ്ഞിരുന്നത്. ഇന്ന് പത്തനാപുരത്തെ NSS താലൂക്ക് യൂണിയനിലെ പദവി നഷ്ടപ്പെട്ടതിന് ശേഷം അദ്ദേഹം വെളിയിൽ വന്ന് ഇത്തരം കാര്യങ്ങൾ പറയുകയും NSS ജനറൽ സെക്രട്ടറിക്കെതിരെ ആരോപണം ഉന്നയിക്കുകയും നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ അദ്ദേഹം ഈ വേദിയിൽ ഏറ്റുപറയുകയും ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് വിശ്വാസ്യത കിട്ടുന്നില്ല എന്നുള്ള വിമർശനം വരികയാണ്. മഞ്ജുഷ, വളരെ സന്തോഷമുണ്ട് സുകുമാരൻ നായർക്ക് അനുകൂലമായിട്ടെങ്കിലും ഒരാൾ സംസാരിക്കാൻ വന്നതിൽ. നമ്മൾ വളരെയധികം കഷ്ടപ്പെട്ടു സുകുമാരൻ നായർക്ക് അനുകൂലമായിട്ട് എന്തെങ്കിലും ഒന്ന് പറയാൻ ഒരാൾ. അതിന് പ്രത്യേക കാര്യമുണ്ട്. ഹരിസാറ് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നാളെ എവിടെയാണോ ഇൻറ്റീരിയറായിട്ടുള്ള ഒരു സ്കൂളിലോട്ടങ്ങ് മാറും. അത് ചെയ്യും. അല്ല എന്നുള്ള ഒന്ന് പറയാൻ പറ്റുമോ? പറ്റത്തില്ല. അതുകൊണ്ടാണത് പറയുന്നത്. അതിവിടെ രണ്ടാമത് എല്ലാവരും എന്തൊക്കെയോ സ്ഥാനങ്ങൾ എടുത്തതിന് ശേഷമാണ് ഇതിനകത്ത് വന്നു എന്നുള്ളതല്ല. ഞാൻ 28 വർഷം മുമ്പ് കണ്ട NSS അല്ല ഇപ്പോഴത്തെ NSS. ഒരു കാര്യം കൂടി, ഒരു അധ്യാപകന് പോലും ഇത്രയും ന്യായീകരിക്കാൻ പറ്റും. അങ്ങേരെ തെരഞ്ഞെടുത്തു എന്ന് പറയുന്നത് എത്രയോ സ്ഥലങ്ങളിൽ അങ്ങേർക്ക് അഹിതമായിട്ടുള്ള കരയോഗാംഗങ്ങളെ തെരഞ്ഞെടുത്തു വന്നാൽ അതിനെ പരാജയപ്പെട്ടവരെ അഡ്ഹോക്കാക്കി വെച്ചുകൊണ്ട് അവരുടെ ഇഷ്ടമുള്ള ഒരു ടീമിനെ മാത്രം ഇത്രയും നല്ല ഹരിസാർ ഒരു കാര്യം പറയും, ഒരാളെങ്കിലും 300 പേരിൽ ഒരാളെങ്കിലും എതിര് പറയാത്ത ഒരു ഡെമോക്രസി ഉണ്ടോ? ആദ്യം നമ്മുടെ സമുദായ സെക്രട്ടറിയെ ജനാധിപത്യവും കുടുംബാധിപത്യവും തമ്മിലുള്ള വ്യത്യാസം പഠിപ്പിക്കണം. അങ്ങേര് പറയുന്നത് ജനാധിപത്യമാണെന്നാണ് പറയുന്നത്. ഈ സുകുമാരൻ നായരുടെ ജനാധിപത്യം എന്ന് പറയുന്നത് കുടുംബാധിപത്യം. അവിടെ ഇന്ത്യൻ ഭരണഘടന മാതിരിയല്ല NSSന്റെ ഭരണഘടന അങ്ങേര് വിചാരിച്ചു വെച്ചിരിക്കുന്ന. ശരിയാ മഞ്ജുഷേ, 4ൽ 3 ഭൂരിപക്ഷം വേണം. വീട്ടിലെ 4 മക്കളുടെയും അതിൽ ഒന്നാമത്തെ ആളിൻ്റെയും കൂടെ ഭൂരിപക്ഷം കിട്ടിയാലേ അവിടെ ഭരണഘടന മാറുള്ളൂ. അതാണ് 4ൽ 3 ഭൂരിപക്ഷം. ഇന്ത്യൻ ഭരണഘടനയുടെ സ്പെഷ്യൽ ആക്ട് അനുസരിച്ചുള്ള ഭൂരിപക്ഷം മാറേണ്ടതാണ്. പിന്നെ പറഞ്ഞു ഇന്ന് സുകുമാരൻ നായരുടെ മറുപടി, അദ്ദേഹം ഇങ്ങനൊന്നും അല്ല പറയേണ്ടത്. അത് പ്രതീക്ഷിച്ചതും ഇപ്പം എല്ലാവരും പത്തി മടങ്ങിയിരിക്കുകയാണ്. കാരണം ഞാൻ പറഞ്ഞു തരാം. കേസ് കൊടുക്കട്ടെന്ന്. എന്തിന്? ജനാധിപത്യത്തിനെതിരെ കേസ് കൊടുക്കാനാണ് പറയുന്നത്. ഹരിസാറേ, ജനാധിപത്യത്തിനെതിരെ കേസ് കൊടുക്കാനെന്ന് പറഞ്ഞ് ഇങ്ങേരുടെ സ്ഥിരം സ്റ്റൈലിയാ കയറിയപ്പം മുതലുള്ള കേസ് കൊടുക്കാൻ. ആദ്യം സ്വന്തം മകളോടാണ് പറഞ്ഞത്, നീ പോയി കേസ് കൊടുക്കടി എനിക്കെതിരായിട്ടെന്ന്. സുജാത കേസ് കൊടുത്താണ് ഇവിടെ എടുത്തത്. വിശ്വനാഥ് അയ്യർ സാറിന്റെ ജഡ്ജ്മെന്റിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് 1992. അപ്പൊ ആ കൂട്ടത്തിൽ വരുമോ? സുജാത ഞങ്ങളുടെ കൂട്ടത്തിലാണോ കേസ് കൊടുക്കുന്നവരുടെ കൂട്ടത്തിൽ? യു ഹാവ് ടു ആൻസർ ദാറ്റ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ശരിയാണ്, സമ്മതിച്ചു. മകൾക്ക് മാർക്കില്ലാഞ്ഞിട്ട് കാലിക്കറ്റ് ഹൈക്കോർട്ടിൽ കേസ് ഫയൽ ചെയ്തു. യൂണിവേഴ്സിറ്റി കേസിന് പോയി ഒരു ഓപ്ഷൻ ഓപ്പൺ ഇട്ടതിന് ശേഷം ജഡ്ജി പറഞ്ഞു UGC അല്ല എന്ന്. ആർക്കെങ്കിലും അല്പമെങ്കിലും വിവരമുള്ളവർക്ക് പറയാൻ പറ്റുമോ UGCയുടെ നോംസ് അല്ല കോളേജിൽ നിന്ന്, അക്കാഡമിക് കൗൺസിലിന്റെ നോംസ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഓപ്പൺ ചെയ്തു. ലെറ്റ് ഇറ്റ് ബി വിത്ത് ദ ഗവൺമെന്റ്. അന്നത്തെ ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്ത്, ഇനി ഏതായാലും അപ്പോയിന്റ്മെന്റ് ഒരാൾ ജോലി ചെയ്ത് ഇത്രയും ദിവസം ആയതല്ലേ, പിരിച്ചുവിടുന്നത് മോശമാണ്, നാണക്കേടാണ്. അതല്ലയോ അറ്റ് ദി മേഴ്സി. ഐ തിങ്ക് യു ആർ ദ ക്വാളിഫൈഡ് ആയിട്ടുള്ള NSSന്റെ കോർഡിനേറ്റർ, അങ്ങനെയൊക്കെ ഉള്ള ഒരു സാറാണ് NSSലെ. പിന്നെ ഞാൻ സാറിനെ കുറ്റം പറയില്ല. കാര്യം NSSൽ ജോലി ചെയ്യുന്നിടത്തോളം കാലം ഒരക്ഷരമെങ്കിലും സമുദായത്തിനെതിരായിട്ട് പറയാൻ തൻ്റെ ഇടമുള്ള ഒരു നാവും ഇന്ന് വരെ അവിടെ ഉണ്ടായിട്ടില്ല. ഉണ്ടെങ്കിൽ അതിന്റെ അനുഭവം സമുദായത്തിനെതിരെ അല്ലല്ലോ, സംഘടനയ്ക്കെതിരെ എന്ന് തിരുത്തണ്ടേ ശ്രീ ഡോക്ടർ മോഹനപിള്ള? സമുദായത്തിനെതിരെ സംഘടനയ്ക്കെതിരെ അല്ല. അതന്നെ സംഘടന എങ്ങനെയാണ്? ഐ ആം ദ കിങ്, ലൂയി 14 ഏതെങ്കിലും ഒരു സംഘടന ഒന്ന് കാണിച്ചു തരാമോ? 100% ഫോർ ദീസ് മെനി ഇയേഴ്സ് ഒന്ന് പറഞ്ഞു തരാമോ? എന്നാ ഞാൻ സമ്മതിച്ചു. ഒരു എതിരഭിപ്രായം പോലും ഇല്ല എന്നുള്ളതല്ലേ മഞ്ജുഷ ഇതിനകത്ത് വരുന്നത്. KB ഗണേഷ് കുമാർ എന്ത് എതിരഭിപ്രായമായിരുന്നു ഡോക്ടർ മോഹനപിള്ള? ഈ KB ഗണേഷ് കുമാർ എന്ത് എതിരഭിപ്രായമായിരുന്നു ഇതുവരെ പറഞ്ഞിരുന്നത്? അദ്ദേഹത്തിനെതിരെ നടപടി ഉണ്ടായപ്പോഴാണ് അദ്ദേഹം എതിരഭിപ്രായം പറഞ്ഞു തുടങ്ങിയത് എന്നിപ്പോൾ ഹരി പറഞ്ഞല്ലോ. അത് പ്രസക്തമല്ലേ? നമ്മളെ ഇവിടെ ഇത്തിൽ കണ്ണികൾ, അതും ദേവദാരുവില്ലേ, ഈ ഒരു സംഭവമാണ് നമ്മൾ പറഞ്ഞത്. നമ്മൾ KB ഗണേഷ് കുമാറിൻ്റെയോ G സുകുമാരൻ നായരുടെയോ അല്ലാതെ നമ്മളത് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ പറഞ്ഞിരിക്കുന്നത് നായർ സർവീസ് സൊസൈറ്റി, ഞങ്ങൾ NSSലെ അംഗങ്ങൾ തന്നെയാണ്. ഞങ്ങളാണ് അതിനെതിരെ വിമർശിക്കുന്നത്. NSSനെതിരായിട്ടാണ്.
കാര്യം NSS നടക്കുന്നത് ഏതെങ്കിലും ഒരു ചോദ്യത്തിന് ഉത്തരം പറയുമായിരുന്നെങ്കിൽ അന്തസ്സുള്ള നായരാണെന്ന് വിചാരിക്കായിരുന്നു നായർ NSSന്റെ സെക്രട്ടറി പോലും. ഒരു ഉത്തരം അതായത് പറഞ്ഞു തരാം. എത്രയാണ് 87,31,129 രൂപ മൈനിങ് ആൻഡ് ജിയോളജി റോയൽറ്റി അടച്ചിട്ട് എത്ര കോടി രൂപയുടെ മണ്ണാണ് അത്? റോയൽറ്റി ഗവൺമെന്റിന് കൊടുക്കേണ്ടതാ. മണ്ണ് അടിച്ചു മാറ്റി ചേർത്തല കോളേജിൽ നിന്ന്. അപ്പോൾ അത് കൂടുതലെടുത്തു എന്ന് പറഞ്ഞ് ഒരു ഷാജി എന്ന് പറഞ്ഞ ഒരു കോൺട്രാക്ടറും കൂടെ ചേർന്ന് കൂടുതലെടുത്തു എന്ന് പറഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന എക്യുപ്മെന്റ്സ് ട്രാക്ടറും ട്രക്കും എല്ലാം വന്ന് സീസ് ചെയ്തു. സീസ് ചെയ്തിട്ട് ബഹുമാനപ്പെട്ട ഈ 2 കാട്ടുകള്ളന്മാർക്കും 7,13,000 രൂപ എൻ്റെ സമുദായ നേതാവ് ഫൈൻ അടച്ചു. എന്നിട്ടും ഞാൻ മെഴുകണോ സമുദായ നേതാവിന് വേണ്ടി? ആ ഷാജി ഫൈൻ അടച്ചത് 11 ലക്ഷത്തിലധികമാണ്. എന്തിന് ഞാൻ മെഴുകണോ? ആൻസർ ദാ. ഡോക്ടർ സുജാത, ഓക്കെ, ഞാൻ ലിവിങ് ടു ദാറ്റ്, എൻ്റെ സീനിയറാ. 50% മാർക്ക് വെച്ച് GV ഹരി പറയൂ UGC നോംസിന് എലിജിബിൾ ആണെങ്കിൽ ഞാൻ സമ്മതിച്ചു തരാൻ കാര്യങ്ങൾ. GV ഹരി എൻ്റെ വിശ്വാസത്തിൽ ഹരിസാർ തിരുവനന്തപുരത്തുള്ളതാണ്. അയ്യപ്പ കോളേജ് ആവിയായിട്ട് പോയത് എങ്ങനെയാണെന്നൊന്ന് പറയുമോ? സമുദായം കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു കോളേജ് എന്തിയെ ലിസ്റ്റിലുണ്ടോ? 300 പ്രതിനിധി സഭ മെമ്പർമാര്, 21 ഒരു ടെക്നിക്കലും 22 ഡയറക്ടർ ബോർഡ് മെമ്പർമാര്. ആരെങ്കിലും NSSന്റെ ആസ്തിയോ അല്ലെങ്കിൽ ഈ ബിൽഡിങ്ങുകളോ എന്തെങ്കിലും ഒന്ന് കണ്ടിട്ടുണ്ടോ? നേരെ നല്ല വെളുത്ത ഷർട്ടും മുണ്ടുവിട്ട് കക്ഷത്തിൽ നാരങ്ങയും വെച്ച് ഞാൻ നായർ പ്രമാണിയാന്ന് പറഞ്ഞ് അവിടെ ചെന്ന് എന്താണോ നടക്കുന്നത് അതിനെല്ലാം റാൻ മൂളിയിട്ട് തിരിച്ചു വരും. എന്നിട്ട് തിരിച്ചു വന്ന് കരയോഗത്തിലെ പ്രസംഗങ്ങളാണ് അതിലൊക്കെ പ്രമാണം. അവിടെ ഞാൻ അങ്ങ് മലമറിച്ചിട്ടു. പിന്നീട് ആ കാര്യങ്ങളൊക്കെ അറിയുന്നത് ഓരോന്നോരോന്ന് വെളിയിൽ വരുന്നത് പിന്നീടാണ്. ഞങ്ങൾ ഈ പറഞ്ഞത് ഫസ്റ്റ് ടൈം ഡോക്യുമെന്റഡ് ആയിട്ട്, ഇത് ആരോപണമല്ല, ഡോക്യുമെന്റഡ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. ഡോക്യുമെന്റിൽ സംശയം ഉണ്ടെങ്കിൽ പറയാം. ശരി ഹരി, ഇതുവരെ ആരോപണങ്ങളായിരുന്നു വന്നിരുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.